ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണു സഹസ്രനാമത്തിലെ 441 മുതൽ 450 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ അർത്ഥം നോക്കുന്ന ശ്ലോകങ്ങൾ: നക്ഷത്രനേമി നക്ഷത്രീ ക്ഷമക്ഷാമ സമേഹന യജ്ഞൈജ്യോ മഹേജ്യശ്ച കൃതസ്തത്രം സദാംഗതി സർവദർശയോ മുക്താത്മാ സർവജ്ഞോജ്ഞാനമുത്തമം. ശ്ലോകങ്ങളിൽ വരുന്ന നാമമാണ് 441 മുതൽ 450 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 441 നാമം നക്ഷത്രി എന്നാണ്. അതായത് ചന്ദ്രൻ തന്നെ സ്വരൂപമായവൻ, അതാണ് നക്ഷത്രി. നമുക്ക് 27 നക്ഷത്രങ്ങളുടെ നാഥനായിട്ട് ചന്ദ്രനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉള്ളത് കൊണ്ട് ചന്ദ്രൻ തന്നെ സ്വരൂപമായവൻ എന്ന് ഈ ഭഗവാന്റെ ഈ നാമത്തിനർത്ഥം. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉള്ളവൻ എന്നുള്ള അർത്ഥമുണ്ട്. നക്ഷത്ര എന്ന ശബ്ദത്തിന് നക്ഷത്രങ്ങൾ ഉള്ളവൻ എന്ന അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ക്ഷയമില്ലാത്തത്, സഞ്ചരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ദീർഘകാലം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നതുമായിട്ടുള്ള ജ്യോതിർഗോളങ്ങളാണല്ലോ നക്ഷത്രങ്ങൾ. അപ്പോൾ 27 നക്ഷത്രങ്ങളുടെയും നാഥനായിട്ട് ചന്ദ്രനെ കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രൻ തന്നെ സ്വരൂപമായിട്ടുള്ളവൻ, ചന്ദ്രൻ സ്വരൂപനായിട്ടുള്ളവൻ ഭഗവാൻ എന്ന ഒരർത്ഥമുണ്ട്. ഇതിൽ പിന്നെ നക്ഷത്രാണാം അഹം ശശി എന്ന ചാപ്റ്റർ 10 ഗീതയിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ തന്നെ സ്വരൂപമായവൻ എന്നാണ് നക്ഷത്രി എന്ന ഒരു നാമത്തിന് അർത്ഥം. ഇനി അടുത്ത് 442 ക്ഷമഃ. എല്ലാ കാര്യത്തിലും സമർത്ഥനാണ് ഭഗവാൻ, അതുകൊണ്ട് പ്രവർത്തനക്ഷമതയുള്ളവൻ എന്നർത്ഥം. ക്ഷമൻ, സഹനശീലൻ എന്നർത്ഥം, അതാണ് ക്ഷമൻ. ക്ഷമയാ പൃഥ്വീ സമഹ എന്ന് പറയും, പൃഥ്വിയെ പോലെ ക്ഷമയുള്ളവൻ. അപ്പോൾ ശ്രീരാമൻ്റെ ഗുണവർണ്ണന വാത്മീകി രാമായണത്തിൽ പറയും ക്ഷമയാ പൃഥ്വീ സമഹ എന്ന് ശ്രീരാമന് പറയും. അപ്പോൾ പൃഥ്വിയെ പോലെ ക്ഷമയുള്ളവൻ എന്നാണ് പറയാം. അപ്പോൾ ക്ഷമ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ കാര്യത്തിലും സമർത്ഥനും പ്രവർത്തനക്ഷമതയുമുള്ളവൻ, അതുപോലെ തന്നെ സഹനശീലൻ, അതാണ് ക്ഷമഃ എന്ന ആ ഒരു നാമത്തിന് അർത്ഥം. ക്ഷമാശീലം ഉദാര മനസ്കതയുടെ ഒരു ലക്ഷണമാണ്. അതുപോലെ ഭക്തന്മാർ ചെയ്യുന്ന എല്ലാ അപരാധങ്ങളും ക്ഷമിക്കുന്നു ഭഗവാൻ, അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് ഭക്തനിലെ ക്ഷമാശീലം. ഇനി 443-ാമത്തെ നാമം ക്ഷാമഃ. ക്ഷാമശബ്ദത്തിന് ക്ഷയിക്കൽ എന്നും അർത്ഥമുണ്ട്, ക്ഷീണിക്കൽ എന്നും അർത്ഥമുണ്ട്. പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാത്തിനും വളർച്ചയുമുണ്ട്, പിന്നെ ക്ഷയവും അനിവാര്യമാണ്. അപ്പോൾ ചെടികളും ജീവികളും ഒക്കെ തന്നെ അത് ഉണ്ടാവുന്നു, അത് വളരുന്നു, പിന്നെ ക്ഷയിക്കുന്നു, നശിക്കുന്നത് അനിവാര്യമാണ്. അതാണ് വളർച്ചയ്ക്ക് കാരണമായ ഭഗവാൻ തന്നെ അതിനെ ക്ഷയിപ്പിക്കുന്നതായിട്ടും കാണാം. അതുകൊണ്ട് ക്ഷയിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. ക്ഷാമഃ. ഭക്തൻ്റെ പാപങ്ങളെയും കർമ്മബന്ധങ്ങളെയും ക്ഷയിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നതാണ് ഭഗവാൻ. ഇനി 444-ാമത്തെ നാമം സമീഹനഃ. സമീഹന സമ്യക്കാം വണ്ണം ഇച്ഛയുള്ളവൻ, അതാണ് സമീഹനഃ. താൻ തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയാണ് ഭഗവാന്റെ ഈഹ എന്ന് പറയും. ഈഹ എന്ന് പറയുമ്പോൾ ഇച്ഛ. അപ്പോൾ ഭഗവാൻ സൃഷ്ടിസ്ഥിതിയാണ് ഭഗവാൻ. അപ്പോൾ സ്ഥിതി ഭഗവാന്റെ ആ ഒരു കൺട്രോളിലാണ് എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയും ഭഗവാനാണ് നോക്കണം. ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്, ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ്. സകലർക്കും നന്മ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 445-ാമത്തെ നാമം യജ്ഞഃ.
യജ്ഞം തന്നെ സ്വരൂപമായവൻ, യജ്ഞരൂപമായവൻ, യജ്ഞോവൈ വിഷ്ണു എന്ന് തൈത്തിരീയ സംഹിതയിൽ പറയുന്നുണ്ട്. അതിൽ സർവയജ്ഞസ്വരൂപനാണ് ഭഗവാൻ. യജ്ഞരൂപത്തിൽ സകല ദേവന്മാരെയും സന്തോഷിപ്പിക്കുന്നവൻ ഭഗവാൻ. യജ്ഞരൂപത്തിൽ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നവൻ ഭഗവാൻ. അതുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് ലോകസംഗ്രഹാർത്ഥം അനുഷ്ഠിക്കുന്ന കർമ്മത്തിനെയാണ് യജ്ഞം എന്ന് പറയുക. അതാണ് ഭഗവാന്റെ സ്വരൂപം. യജ്ഞം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായിട്ട് സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുന്ന ഏതൊരു കർമ്മവും യജ്ഞമാണ്. അപ്പോൾ ആ യജ്ഞം തന്നെ ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറയുന്നു. ഇനി 446 നാമം ഇജ്യഹ. ഇജ്യഹ അതായത് യജിക്കപ്പെടേണ്ടവൻ, അത് ഭഗവാനാണ്. ആരാണോ പരിശുദ്ധമായ യജ്ഞങ്ങളിൽ കൂടി ദേവതകളെയും പിതൃക്കളെയും പൂജിക്കുന്നവർ, അവർ എപ്പോഴും സ്വയം തങ്ങളുടെ ആത്മാവായ വിഷ്ണുവിനെ തന്നെയാണ് പൂജിക്കുന്നത്. അപ്പോൾ യജ്ഞങ്ങളിലൂടെ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ അതുപോലെ പൂജിക്കുകയും ഒക്കെ ശ്രമിക്കുന്നവർ എപ്പോഴും തങ്ങളുടെ തന്നെ ആത്മാവായിട്ടുള്ള വിഷ്ണു ഭഗവാനെ തന്നെയാണ് പൂജിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യജ്ഞ എന്ന് പറയുമ്പോൾ യജിക്കപ്പെടേണ്ടവൻ, അത് ഭഗവാനാണ്. ഇനി 447 നാമം മഹേജ്യഹ. മഹാനായ യജ്ഞ, യജിക്കപ്പെടേണ്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠനും മഹാനുമാണ് ഭഗവാൻ. അതുപോലെ ദേവതമാർ യജിക്കപ്പെടുമ്പോൾ അഭീഷ്ടഫലങ്ങൾ നൽകുമ്പോൾ ഭഗവാൻ വിഷ്ണു ആകട്ടെ ഏറ്റവും ശ്രേഷ്ഠമായ മോഹം തന്നെ സ്വരൂപമായ ഫലത്തെ നൽകുന്നു. അപ്പോൾ മറ്റ് ദേവതകൾ, എല്ലാ ദേവതകളും അവർ ആരാണോ ആ ദേവതകളെ ഉപാസിക്കുന്ന അവർക്ക് അഭീഷ്ടങ്ങളെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷം എന്ന് പറയുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ആനന്ദരൂപത്തിൽ ആനന്ദസ്വരൂപികളായിട്ട് ജീവിക്കുന്നൊരവസ്ഥയ്ക്കാണല്ലോ മോക്ഷം എന്ന് പറയുക. ആ ഒരു മോക്ഷം നേടാൻ ഭഗവാനാണ് ആ മോക്ഷം നൽകുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷം തന്നെ സ്വരൂപമായ ഫലത്തെ ഭഗവാനെ യജിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കുമ്പോൾ ലഭിക്കുന്നു. അപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്നവർ ഉപാസിക്കേണ്ടത് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ തന്നെയാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരും. സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായ മഹത്തായ യജ്ഞയുടെ യജമാനനാണ് ഭഗവാൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി 448 നാമം ക്രതു. യൂപസഹിതമായ യജ്ഞം തന്നെയാണ് ക്രതു. ആ ക്രതു അത് ഭഗവാന്റെ സ്വരൂപമാണ്. അഹം ക്രതു അഹം യജ്ഞ എന്ന് ഭഗവാൻ ചാപ്റ്റർ 9 ഗീതയിൽ പറയുന്നുണ്ട്. ക്രതു എന്ന ശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ മനസ്സ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പിന്നെ ഭഗവാൻ തന്നെയാണ് അഗ്നിയായിട്ടും മനസ്സായിട്ടും വർത്തിക്കുന്നത് എന്ന് നമ്മൾ പുരുഷ സൂക്തത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഈശാവാസ്യമിതം അല്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, വായുർ അനിലം അമൃതം മധേദം ഭസ്മാന്തം ശരീരം ഓ ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര എന്ന്. അപ്പോൾ അതായത് ഭഗവാൻ തന്നെയാണ് അഗ്നിയായിട്ടും മനസ്സായിട്ടും വർത്തിക്കുന്നത്. എല്ലാം ഭഗവാൻ തന്നെ എന്നുള്ളതാണ് ഈശാവാസ്യ ഉപനിഷത്ത് നമുക്ക് തരുന്ന ഉപദേശം. ഇനി 449 നാമം സത്രം. അപ്പോൾ വിധിരൂപമായ ധർമ്മത്തെ പ്രാപിക്കുന്നവൻ. സദ മുമുക്ഷാണാം ത്രായതേ ഇതി സത്രം എന്ന് പറയുന്നുണ്ട്. അതായത് മുമുക്ഷുക്കളായ സജ്ജനങ്ങളെ, മുമുക്ഷുക്കൾ എന്ന് പറയുമ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്നവരെയാണ് മുമുക്ഷുക്കൾ എന്ന് പറയുക. മുമുക്ഷുക്കൾ സജ്ജനങ്ങൾ, അവർക്ക് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് അവരെ ത്രാണനം ചെയ്യുന്നവൻ ആണ് ഭഗവാൻ. അതായത് അവർക്ക് ആശ്രയസ്ഥാനമാണ്, അഭയസ്ഥാനമാണ്. ഭക്തർക്കും സദാചാരനിഷ്ഠരായവർക്കും ഏകമായ ആശ്രയം ഭഗവാൻ തന്നെയാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഏകമായ സ്ഥാനം ഭഗവാനാണ്. എല്ലാവർക്കും അഭയം നൽകുന്നതും മറ്റാരുമല്ല ഭഗവാൻ തന്നെ എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ഭഗവാൻ സത്രമാണെന്ന് പറയും. അതായത് മുമുക്ഷുക്കളായ ജനങ്ങളെ സംസാര ദുഃഖത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക, രക്ഷിക്കുന്നവൻ എന്നർത്ഥം. അല്ലെങ്കിൽ ആശ്രയസ്ഥാനം സത്രം. ഇപ്പം നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ സത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സത്രങ്ങളിലാണ് ആളുകൾ തങ്ങി അവിടെ ക്ഷീണം തീർക്കുന്ന അല്ലെങ്കിൽ
രാത്രി കാലത്തൊക്കെ അവിടുന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വീണ്ടും പോകും. അപ്പോൾ ആ സത്രം എന്ന് പറയുന്നത് ഒരു ആശ്രയസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു അഭയസ്ഥാനമാണ്. അതുപോലെയാണ് ഭഗവാൻ ഒരു ആശ്രയസ്ഥാനമാണ് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് എന്നാണ് പറയുന്നത്. 450ാമത്തെ നാമം സദാം ഗതി. സജ്ജനങ്ങൾക്ക് മുമുക്ഷുക്കൾക്ക് ഗതി അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനമാണ് ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് ഗതി, ഭഗവാൻ തന്നെയാണ് മാർഗം, ഭഗവാൻ തന്നെയാണ് ലക്ഷ്യം എന്നർത്ഥം. അതാണ് സദാ മുമുക്ഷൂണാം ന അന്യ ഗതിരിതി സദാം ഗതി എന്ന് ശങ്കരഭാഷ്യത്തിൽ പറയുന്നുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് മാർഗവും ലക്ഷ്യവും പ്രാപ്യസ്ഥാനവും ഭഗവാനാണ് എന്നും, ഗതി ശബ്ദത്തിന് മോക്ഷം എന്നും മാർഗം എന്നും ലക്ഷ്യം എന്നും അർത്ഥം ഉണ്ട്. അപ്പോൾ ഭഗവാനെ പ്രാപിക്കുന്ന അതിനുള്ള മാർഗവും ഭഗവാനെ തന്നെ ആശ്രയിക്കലാണ്. അപ്പോൾ ഭഗവാനെ മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കുക എന്നാണ്. അതിനുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഭഗവാനാണ്. അപ്പോൾ ആ മാർഗത്തിലൂടെ പോയാൽ എവിടെയാണ് ലക്ഷ്യത്തിലെത്തുക എന്ന് ചോദിച്ചാൽ അതും ഭഗവാനാണ്. അപ്പോൾ ലക്ഷ്യവും മാർഗവും പ്രാപ്യസ്ഥാനവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ് സദാഗതി. അതായത് സജ്ജനങ്ങൾക്ക് മുമുക്ഷുക്കൾക്ക് മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഗതിയും ലക്ഷ്യസ്ഥാനവും ആയ ഭഗവാൻ എന്ന് അർത്ഥം. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ചൊല്ലിയ ആ ശ്ലോകങ്ങൾ: നക്ഷത്രനേമി നക്ഷത്രി ക്ഷമക്ഷാമ സമീഹന യജ്ഞയജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി അതുവരെയുള്ള 441 മുതൽ 450 വരെയുള്ള നാമങ്ങൾ ആണ് നമ്മളിന്ന് അതിൻ്റെ അർത്ഥമാണ് നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഒരു ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഓം തത്സത്.